ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു പലഹാരം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നും പിടിക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിലേക്കാണെന്ന് മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 പീസ് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2.25 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതായും നമുക്കിതാ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടോട് തന്നെയാട്ടോ ഞാൻ ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റവ എടുക്കുമ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ചൂടോടെ തന്നെ 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണും ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ 2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ടില്ല, 2 പ്രാവശ്യം ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ ഗീ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് ഗീ ഒക്കെ ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഗീയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് അങ്ങ് എടുക്കേണ്ടിയില്ല, ഇതുപോലെ ആക്കിയെടുത്താൽ മതിയേ. അപ്പോൾ നമ്മളിനി ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവേ. ഇത് ചൂടാറിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടിപ്പോൾ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ഇളകിയിട്ട് അതിലേക്ക് അങ്ങ് വീണോളൂ കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ. നമുക്ക് ഇത് എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് സാധനങ്ങളും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല, എന്നാൽ നല്ല ഹെൽത്തിയും കൂടിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.